അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഇതാണ് നമ്മുടെ പൂങ്കുന്നത്തുള്ള അക്ഷയ ഹോട്ടലിൽ നമ്മളിന്ന് ഇവിടെ വന്നേക്കാണ്. ലഞ്ച് കഴിക്കാനാണോ വന്നേക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഞ്ച് കഴിക്കാനുള്ള ടൈം ആയിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം കഴിയുകയും ചെയ്തു. അങ്ങനെ ഒരു ഇടയിലുള്ള സമയത്താണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളും തിരക്കും ബഹളവും ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസമായി. എനിക്ക് ഒരുപാട് തിരക്കും ബഹളമുള്ള സ്ഥലത്തിരുന്ന് ഫുഡ് കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ്. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദച്ചുത എൻ്റെ അടുത്ത് നിന്ന് കഥ പറയാട്ടോ. അവൻ ഏതോ ഒരു സമയത്ത് കഴിച്ച പൊറോട്ടയുടെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കഥ തീരുമ്പോഴേക്കും നമ്മുടെ ഫുഡ് വരികയും ചെയ്തു. വീട്ടിൽ നിന്ന് പോരുമ്പോൾ തന്നെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് വേണ്ടത് പൊറോട്ടയും ചിക്കനാണെന്നുള്ളത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞ് മെനു നോക്കിക്കഴിഞ്ഞപ്പോൾ പൊറോട്ടയും ചിക്കനും ചെറുതായിട്ടൊന്ന് പൊറോട്ടയും ഡക്കുമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു പൊറോട്ട ഫാൻ അല്ലാത്തതുകൊണ്ട് എനിക്ക് ചപ്പാത്തിയാണ് പറഞ്ഞത്. ചേച്ചിയും അവനും പൊറോട്ടയും കഴിച്ചു. ഫുഡ് എങ്ങനെയുണ്ടെന്ന് പിന്നെ പറയേണ്ട ആവശ്യമേ ഇല്ലല്ലോ. അക്ഷയലത്തെ ഫുഡാകുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നല്ല അടിപൊളി ഫുഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നന്നായിട്ട് കഴിക്കുകയും ചെയ്തു. ദച്ചോടിയിരുന്ന് ഫുഡും കഴിച്ച് എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട്. ഫുഡ് നല്ല അടിപൊളി ഫുഡായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പാഴ്സലായിട്ട് വാങ്ങിക്കാമെന്ന് കരുതി നമ്മുടെ പാഴ്സൽ ഇതാ അവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ദച്ചുവിൻ്റെ അടുത്ത ഓർഡർ വന്ന് അവനൊരു ഷേക്ക് കൂടെ വേണമെന്നുള്ളത്. അവനത് മുഴുവൻ കഴിക്കില്ല എന്ന് നമുക്ക് ഉറപ്പായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഷേക്കും ഒരു ചായയാണ് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് പൂങ്കുന്നത്തുള്ള നാച്ചുറൽസിലേക്കാണ്. ഇവിടെ വന്നിട്ട് വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കും ചേച്ചിക്കും ഒന്ന് ത്രെഡ് ചെയ്യണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. ഇന്ന് നമുക്ക് നല്ല ദിവസമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടിയും വന്നില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ത്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ത്രെഡിങ്ങും കഴിഞ്ഞിറങ്ങി. വീണ്ടും ഭാഗ്യം പുറത്ത് മഴയുമില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.